നാരായണ ശ്രീമന്നാരായണീയം. ഇവിടെ ഷഷ്ഠസ്കന്ധമാണ് പറഞ്ഞു വരുന്നത്. 23-ാമത്തെ ദശകം. അതിൽ 2 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു. 3-ാമത്തെ ശ്ലോകം സൃഷ്ടി വർധനയെക്കുറിച്ചാണ്. സൃഷ്ടിയാണ് ഇവിടെ വർദ്ധിപ്പിച്ചു വരുന്നത്. ദക്ഷൻ്റെ അസിഗ്നിയിലുള്ള പുത്രന്മാരുടെ കഥ നേരത്തെ പറഞ്ഞു. ഇനിയും ദേവന്മാരെ കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിക്കാം. 23-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ശ്ലോകം. ഓം ഷഷ്ട്യാ തതോ ദുഹിതൃഭി സൃജത കലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ ത്വൽസ്തോത്രവർമ്മിതമജാപയദ്രിമാജൗ ത്വൽസ്തോത്രവർമ്മിതമജാപയദീന്ദ്രമാജൗ ദേവ ത്വദീയമഹിമാ ഖലു സർവജൈത്രാം. തതഃ അനന്തരം ഷഷ്ട്യ 60 ദുഹിതൃഭി പെൺകുട്ടികളെ കൊണ്ട് കലൗഖാൻ കുലൗഖാൻ വംശസമൂഹത്തെ വംശപരമ്പരയെ സൃജത ഔഖം എന്ന് പറഞ്ഞാൽ കൂട്ടം. ഇപ്പോൾ കുലൗഖാൻ അങ്ങനെ വംശസമൂഹത്തെ സൃജത സൃഷ്ടിക്കുന്ന തസ്യ ആ ദക്ഷൻ്റെ ദൗഹിത്രസൂനുഹു മകളുടെ മകൻ്റെ മകനായിട്ടുള്ള ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ, മകളുടെ മകൻ്റെ സൂനു എന്ന് പറഞ്ഞാൽ മകളുടെ മകൻ്റെ പുത്രൻ ആയിട്ടുള്ള സഹ വിശ്വരൂപ ആ വിശ്വരൂപൻ അഥ ആജൗ യുദ്ധത്തിൽ ത്വൽസ്തോത്രവർമ്മിതം നാരായണ കവചം കൊണ്ട് നാരായണ കവചം എന്ന ആ സ്തുതി കൊണ്ട് ഇന്ദ്രം അജാപയത് ഇന്ദ്രനെ കൊണ്ട് അത് ജപിപ്പിച്ച് വിജയിപ്പിച്ചു. ഹേ ദേവ ത്വദീയ മഹിമ സർവചൈത്ര ഖലു അങ്ങയുടെ മഹാത്മ്യം എല്ലായിടത്തും വിജയം നേടുന്നതാണ്. തതഃ ഷഷ്ട്യാ ദുഹിതൃഭിഃ കുലൗഖാൻ സൃജതഃ തസ്യ ദൗഹിത്രസൂനുഃ സഹ വിശ്വരൂപഃ അഥ ആജൗ ത്വൽ സ്തോത്രവർമ്മിതം ഇന്ദ്രം അജാപയത് ഹേ ദേവ ത്വദീയ മഹിമ സർവചൈത്ര ഖലു. ഇവിടെ കഥകളെ ഒന്നിച്ചാണ്ട് ചുരുക്കിയിട്ട് പറയുകയാണ് മേൽപ്പത്തൂര്. ഈ ഹരീശ്വന്മാരും ശബളാശ്വന്മാരും മുക്തരായതിൻ്റെ ശേഷം നാരദനാണ് ഇതിന് കാരണക്കാരനായതെന്ന് മനസ്സിലായപ്പോൾ നാരദൻ സ്വതേ സ്ത്രീകളായിട്ട് അടുപ്പില്ല. അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ച് പെൺകുട്ടികളെ ഉണ്ടാക്കിയാൽ മതി എന്ന് സ്വയം നിശ്ചയിച്ച് 60 പെൺകുട്ടികളെ ഉണ്ടാക്കി അസിഗ്നിയിൽ ഔരസപുത്രികളായിട്ട് ദക്ഷൻ. അപ്പോൾ ആ 60 പെൺകുട്ടികളെ ഈ വംശവർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് പെൺകുട്ടികളെ സൃഷ്ടിച്ചായിട്ടുള്ള അതിൽ പരമ്പര ധാരാളമായിട്ടുണ്ടായി. ആ മകളുടെ മകൻ്റെ മകനായിട്ടുള്ള വിശ്വരൂപൻ എന്ന ഒരു ത്വഷ്ടാവിൻ്റെ രോചനയിലുള്ള മകനാണ് വിശ്വരൂപൻ. ത്വഷ്ടാവ് ദേവനാണ്, സൂര്യനാണ്, വിശ്വകർമാവാണ്. രോചന എന്നുള്ളത് അസുര സ്ത്രീയാണ്. അതിലുണ്ടായ മകനായിട്ടുള്ള വിശ്വരൂപൻ ജന്മനാ തന്നെ ത്രികാലജ്ഞാനിയാണ്, പരമജ്ഞാനിയാണ്. ഗുരുസ്ഥാനത്തിന് അർഹതയുണ്ട്. ശുക്രാചാര്യരോളം ബൃഹസ്പതിയോളം വസിഷ്ഠനോളം ജ്ഞാനമുണ്ട്. അതുകൊണ്ട് ഗുരുസ്ഥാനത്തിന് അർഹതയുണ്ട്. ചെറിയ ഉണ്ണിയ പറഞ്ഞൊരു കാര്യമില്ല. ആ വിശ്വരൂപൻ ഇന്ദ്രാദി ദേവന്മാർക്ക് പരസ്യമായിട്ടും ബലി തൊട്ടുള്ള അസുരന്മാർക്ക് രഹസ്യമായിട്ടും യാഗഭാഗത്തെ കൊടുത്തു. അത് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കണം എന്ന് ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു വെച്ചാലും അത് ഇന്ദ്രൻ ആ സമയത്ത് തോന്നിയില്ല. സ്വാർത്ഥം തോന്നി. വിശ്വരൂപൻ എങ്ങനെ രഹസ്യമായിട്ട് അസുരന്മാർക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ചു. ത്രിശിരസ് ആയിട്ടുള്ള ആ വിശ്വരൂപനെ 3 തലയുണ്ട്. ആ വിശ്വരൂപനെ വജ്രായുധം കൊണ്ട് വധിച്ചു ഇന്ദ്രൻ. ബ്രഹ്മഹത്യാ പാപം വന്നു. പിന്നീട് വല്ലാത്തൊരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായത്. അനവധി എന്തൊക്കെയോ ചെയ്തിട്ടാണ് പിന്നെ അതിൽ നിന്ന് മോചനം നേടിയത് എന്ന് സാരം. അതാണ് ഇതിൻ്റെ പകരം വീട്ടിയതാണ് ത്വഷ്ടാവ് വൃത്രനെ ഉണ്ടാക്കിയതും പിന്നെ വൃത്രവധാർത്ഥം വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നതും ഇന്ദ്രന്. വിശ്വരൂപനെ എടുക്കേണ്ടി വന്നത് സ്വന്തം സ്വയംകൃതാനർത്ഥ. ബലി തൊട്ടുള്ള അസുരന്മാരെ ജയിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച്
അപ്സരസ്സുകളുമായിട്ടും അതേപോലെ മദ്യസേവയൊക്കെ ആയിട്ടും ഇരുന്നപ്പോൾ ഗുരു വന്നപ്പോൾ എഴുന്നേറ്റില്ല. അപ്പോൾ ഗുരുഹേളനം വന്നപ്പോഴാണ് വസിഷ്ഠൻ മറിഞ്ഞത്. അപ്പോൾ എന്ത് വേണ്ടു എന്നായി. ഏതായാലും ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് ഈ വിശ്വരൂപനെ ഗുരുവായിട്ട് സ്വീകരിച്ചത്. ആ വിശ്വരൂപനെയാണ് ഇപ്പോൾ, അതും ഉണ്ണിയാണ്, ചെറിയ കുട്ടിയാണ്, മകൻ്റെ സ്ഥാനമാണ്, വധിച്ചു. അപ്പോൾ ബ്രഹ്മഹത്യാപാപം വന്നു. നോക്കണേ, ആ ഉണ്ണി ചെയ്തിട്ടുള്ള ഉപകാരം എന്താ? നാരായണ കവചം എന്ന മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് തൻ്റെ അമ്മയുടെ വംശക്കാരായിട്ടുള്ള അസുരന്മാരെ ജയിപ്പിച്ചു ഈ ഇന്ദ്രനെ. ആ പരോപകാരം, ഇങ്ങനെ പരോപകാരം ചെയ്തിട്ട് അതിൻ്റെ പ്രത്യുപകാരമാണ് സ്വതേ ചെയ്യേണ്ടത് ഇന്ദ്രൻ. മറിച്ച് ഈ ചെയ്തത്, ഉപകാരമല്ല ചെയ്തത്, വധിക്കുകയുണ്ടായി എന്നർത്ഥം. ഇന്ദ്രൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. തുതീയ മഹിമ സർവജൈത്ര ഖലു, ഭഗവാന്റെ ഈ മഹാത്മ്യം എല്ലാ ദിക്കിലും വിജയം നേടും. നാരായണ കവചം കൊടുത്തപ്പോൾ ആ അസുരന്മാരെ ജയിക്കാൻ സാധിച്ചു എന്നാണ് അവിടെ പറഞ്ഞതെങ്കിലും ഇവിടെ ആ ജയത്തിനെ അല്ല പ്രാധാന്യം കൊടുത്ത്, നാരായണ കവച മന്ത്രത്തിനെ പ്രാധാന്യം കൊടുത്തു. വിശ്വരൂപന്റെ വധത്തിനെ നിഷേധിച്ചാൽ അതതിനെ വിപരീതം ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. പിന്നീടുണ്ടായത് വൃത്ര ഉത്ഭവമാണ്. ഇപ്പം ഇവിടെ വംശം വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അത് 13 മക്കളായിരുന്നു ആദ്യത്തെ, 16 മക്കളായിരുന്നു ആദ്യത്തെ ദക്ഷന്റെ മക്കൾ. അതിൽ 13 പേര് ധർമ്മനും, അഗ്നിക്ക് ഒരാൾ, മറ്റേ അര്യമാവിന് പിതൃക്കൾക്ക് ഒരാൾ, അതേപോലെ ശിവന് ഒരാൾ, അങ്ങനെ 3ഉം 13ഉം ആയിട്ട് ധർമ്മദേവന് 13 കൊടുത്ത് അങ്ങനെയാണ് അതിൽ ഉണ്ടായത്. രണ്ടാമത്തെ ദക്ഷന് 60 പുത്രിമാരാണെന്നപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിൽ ധർമ്മന് 10 ഭാര്യമാരെയാണ് കൊടുത്തത്. കശ്യപന് 13 പേര്, ചന്ദ്രന് 27 പേര്, ഭൂതന് രണ്ട് കുട്ടികൾ, അങ്കിരസിന് 2 പത്നിമാര്, കൃശാശ്വന് 2 പത്നിമാര്, താർഷ്യന് 4 പത്നിമാര്. അപ്പോൾ 10, 13, 27, 2, 2, 2, 4 ഇങ്ങനെ 60 പുത്രിമാരെ വിവാഹം ചെയ്ത് കൊടുത്തു. അതിലാണ് വംശവർദ്ധന ഉണ്ടായത്. അപ്പം അതിൽ 33 കോടി ദേവകളും അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. 33 കോടി ദേവകൾ എന്നുള്ളത് 12 ആദിത്യന്മാരും 11 ഏകാദശ രുദ്രന്മാരും 8 അഷ്ടവസുക്കളും 2 അശ്വിനി ദേവകളും അല്ലെങ്കിൽ മറ്റേ പ്രജാപതി ഇന്ദ്രൻ 2, അങ്ങനെ 33. അതാണ് 33. അത് ഗണനാഥന്മാരായിട്ടാണ് വരിക. 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവവർഗമാണ് ഉള്ളത്. ദേവന്മാര്, പിതൃക്കള്, അസുരര്, പിന്നെ ഗന്ധർവന്മാര്, അപ്സരസ്സുകള് ഒരു ഗ്രൂപ്പ്, യക്ഷർ രാക്ഷസന്മാര് മറ്റൊരു ഗ്രൂപ്പ്, സിദ്ധചാരണ വിദ്യാധരന്മാര് വേറൊരു ഗ്രൂപ്പ്, ഭൂതപ്രേത പിശാചുക്കള് വേറൊരു ഗ്രൂപ്പ്, കിന്നരന്മാര് പ്രത്യേക ഗ്രൂപ്പ്. ഇങ്ങനെ 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദേവഗണങ്ങളാണ് ഉള്ളത്. അതാണ് 33 കോടി ദേവകളുടെ വേറെ പറഞ്ഞത്. സാധ്യന്മാര്, വിശ്വദേവകള്, 49 മരുത്തുക്കള്, 49 അശ്വിനി ദേവകള്, 12 ആദിത്യന്മാര്, ഏകാദശ രുദ്രന്മാര്, അഷ്ടവസുക്കള്, അശ്വിനി ദേവകള്, ഇങ്ങനെ 8 തരത്തിൽപ്പെട്ടതായിട്ട് ദേവന്മാർ വരെ. അതായത് ഈ വംശവർദ്ധന പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്. 12 ആദിത്യന്മാരുടെ പേര് ഒരു ശ്ലോകമായിട്ട് പറഞ്ഞിട്ട് അത് ഓർമ്മയില്ല. 11 ഏകാദശ രുദ്രന്മാർ, അത് വിസ്തരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് തരത്തിൽപ്പെട്ടതായിട്ട് വിസ്തരിക്കണം. ഒന്ന് അഹിർബുദ്ധ്യൻ വിശ്വരൂപാക്ഷൻ, അജയ്കപാത്ത, സുരേശ്വരൻ, ജയന്തൻ, ബഹുരൂപൻ, ഹരൻ, ത്രംബകൻ, അരാജിതൻ, വൈവസ്വതൻ, സാവിത്രൻ, ഇങ്ങനെ 11 രുദ്രന്മാർ. ഈ പേരിങ്ങനെ വെറുതെ പറഞ്ഞാൽ മതി എന്നാ ശിവപുരാണം പറഞ്ഞു. വെറുതെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സകല പാപങ്ങളും തീരും. ഒന്നുകൂടി ആ പേര് വായിക്കാം. ഭാഗവത പ്രകാരമുള്ളതല്ല, ശിവപുരാണ പ്രകാരമുള്ളതാണ്. അഹിർബുദ്ധ്യൻ, വിശ്വരൂപാക്ഷൻ, അജയ്കപാത്ത്, സുരേശ്വരൻ, ജയന്തൻ, ബഹുരൂപൻ, ഹരൻ, ത്രംബകൻ, അരാജിതൻ, വൈവസ്വതൻ, സാവിത്രൻ, ഇങ്ങനെ 11 പേര്. ഭാഗവത പ്രകാരമുള്ള പേര് മന്യു, മനു, മഹാൻ, ഉഗ്രരേതസ്, ഭവൻ, രുദ്രൻ, മഹിനസൻ, കാലൻ, ഋതധ്വജൻ, വാമദേവൻ. അവിടെ ഏകാദശ രുദ്രന്മാർക്ക് പത്നിമാരായിട്ടുള്ള
ധീ, വൃത്തി, അംബിക, ദീക്ഷ, ഉശന, ഉമ, നെയ്യുത്സ, ഋബി, സുധ, ഇള, ഇരാവതി. അതേപോലെ ഈ 12 ആദിത്യന്മാരും 8 ദേവസമൂഹങ്ങളും പിന്നെ അതിൽ ഈ വിശ്വദേവകൾ വസു, സത്യ, ക്രതു, ദക്ഷ, കാല, കാമ, ധൃതി, കുരു, പുരൂരവ, മാദ്രവ എന്നാണ് വിശ്വദേവകൾ. അതേപോലെ അഷ്ടവസുക്കൾ ദ്രോണൻ, പ്രാണൻ, ധ്രുവൻ, അർക്കൻ, അഗ്നി, ദോഷൻ, വസു, വിഭാവസു. ഇവരാണ് ഈ അഷ്ടവസുക്കൾ. അഷ്ടവസുക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അഷ്ടദിക് പാലകന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ. ഭൂമിയിൽ വസിക്കണമെങ്കിൽ ഇവരുടെ അനുഗ്രഹം വേണം. അതേപോലെ വിശ്വദേവകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിതൃ പരമ്പരാതി കാര്യങ്ങളൊക്കെ ഈ ശ്രാദ്ധമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ സന്തോഷിച്ചില്ല വെച്ചാൽ അത് കിട്ടില്ല. അതേപോലെ തന്നെ മരുത്തുക്കൾ പ്രാണ ഊർജത്തെ തരുന്നതായിട്ടുള്ള വായുക്കളാണ്. അഗ്നി ശരീരത്തെ പോഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്നി. ആഹാരം കഴിച്ചാൽ ദഹിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇതൊന്നും ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഭൂമിയിൽ വസിക്കാൻ സാധിക്കില്ല എന്ന് സാരം. അത്രയ്ക്കുണ്ട്. ദേവന്മാരുടെ ഒരു വർഗത്തെ അവിടെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അഷ്ടദിക് പാലകര്, അഷ്ടവസുക്കള്, ഏകാദശരുദ്രന്മാര്, ദ്വാദശാദിത്യന്മാര്, മരുത്തുക്കള്, ഋഭുക്കള്. അത് ഭൃഗുവിനാൽ ഉണ്ടാക്കിയ ആവാഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു രംഗം ദക്ഷയാഗത്തിൽ അവസാനം പറയുന്നുണ്ട്. ഋഭുക്കളൊരു ദേവതാവർഗമാണ്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഋഭുക്കൾക്ക് ഈ ഉപാസന ചെയ്തതായിട്ടുള്ള ദേവന്മാരുടെ ശക്തി വർദ്ധിച്ച് വന്നിട്ടുള്ള, ഈ ഉപാസന കൊണ്ട് ശക്തി വർദ്ധിച്ച് കിട്ടിയതായിട്ടൊരു ഗ്രൂപ്പാണ് ഋഭുക്കൾ. അപ്പോൾ അവർ എവിടെയൊക്കെ ഉപാസനകൾ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരായിട്ട് വരും, കാവൽക്കാരായിട്ട് വരും. അങ്ങനെയാണ് ഋഭുക്കളെ ഈ ദക്ഷയാഗത്തിനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൃഗു ആകർഷിക്കാനുള്ള കാരണം. എല്ലാ ദേവന്മാരും അങ്ങനെയല്ല. അവർ വരുന്നു, അവരുടെ ഭാഗം സ്വീകരിക്കണു. എന്താ ഈ യജമാന വരം വേണ്ടത്, അനുഗ്രഹം വേണ്ടത് വെച്ചാൽ അത് ചോദിച്ചാൽ കൊടുക്കണം. യാഗരക്ഷ ചെയ്യുന്നവരാണ് ഋഭുക്കൾ എന്നാ പറയാം. യാഗം എന്നല്ല, അപ്പോൾ നമ്മൾ നാമം ജപിക്കണോ, ഭാഗവതം വായിക്കണോ, അതൊക്കെ ഋഭുക്കളാണ് രക്ഷിക്കുക. അതാണ് ഋഭുക്കൾ. പിന്നെ വിശ്വദേവന്മാർ, സാധ്യന്മാർ, അശ്വിനി ദേവകൾ, മറ്റേ ഡോക്ടർമാർ, ദേവവൈദ്യന്മാർ, സിദ്ധചാരണ ഗന്ധർവന്മാർ, അപ്സരസുകൾ, വിദ്യാധരന്മാർ, കിന്നരന്മാർ, പിന്നെ ദേവതകൾ അവിടെയും ഇവിടെയും പറയുന്നതായിട്ട് ദേവതകൾ ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, പിന്നെ ദേവിമാരുടെ ഒരു വലിയ ലിസ്റ്റ് എഴുതിയില്ല. ത്രിമൂർത്തികൾ, പിതൃക്കൾ, അസുരന്മാർ, യക്ഷരാക്ഷസന്മാർ, ഭൂതപ്രേത പിശാചുക്കൾ, ഗരുഡൻ, അനന്തൻ, ഹനുമാൻ തുടങ്ങിയിട്ടുള്ള സൂര്യചന്ദ്ര നക്ഷത്രന്മാർ, അതടക്കം മറ്റേ ദേവതാ സ്വരൂപത്തിലാണ് വന്നിരിക്കുന്നത്. അവർക്ക് അവതാരമൂർത്തികളാണെങ്കിലും പ്രത്യേകമായിട്ട് പല സ്ഥലങ്ങളിൽ ദേവതകളായിട്ട് പ്രത്യേകം പറഞ്ഞിരിക്കുക. അതായത് അവതാരമൂർത്തികളുടെ ഭാവങ്ങളാണ് ഇതൊക്കെ. മൂർത്തിഭേദങ്ങൾ 4, 8, 16, 12, 24 ഇങ്ങനെയൊക്കെ മൂർത്തികളുണ്ട്. ആ മൂർത്തികൾ 12, 4, 16 വളരെ പ്രധാനം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച, അത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെയാണ് 12 ദ്വാദശ നാമങ്ങൾ. കേശവായ നമ, നാരായണായ നമ, മാധവായ നമ, ഗോവിന്ദായ നമ, വിഷ്ണുവായ നമ, മധുസൂദരായ നമ, ത്രിവിക്രമായ നമ, വാമനായ നമ, ശ്രീധരായ നമ, ഋഷികേശായ നമ, പത്മനാഭായ നമ, ദാമോദരായ നമ. അത് മൂർത്തിഭേദങ്ങളാണ്. പക്ഷെ അത് ചിലതൊക്കെ വെറും മൂർത്തിയല്ല, ദേവതകളായിട്ട് പ്രത്യേകം സ്ഥാനം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയത് എഴുതി വെച്ചതാണ് എന്ന് സാരം. ഈ യാഗത്തിൻ്റെ ഒരു വിധിയിൽ ഇപ്പം നമ്മൾ ഈ പുത്ര പരമ്പര വർദ്ധിക്കുന്നതിൽ ഓരോരുത്തരുടെ ചുമതലകളുണ്ട്. ആ ചുമതലകൾ വന്ന വീഴ്ചകളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ആചാര്യസ്ഥാനത്ത് വേദമാണ് വേണ്ടത് എന്നാണ്. നമ്മൾ അതിനെന്താ ചെയ്യുക, ബ്രഹ്മനെ ഇരുത്തും. അതേപോലെ അച്ഛൻ്റെ സ്ഥാനത്താണ് ബ്രഹ്മദേവൻ, സഹോദരൻ്റെ സ്ഥാനത്താണ് ഇന്ദ്രൻ. അതേപോലെ ഭൂമി അമ്മയുടെ സ്ഥാനത്താണ്. ഇപ്പോൾ നമ്മളെപ്പോഴും ഭാരതാംബ എന്നാ പറയാം. ഭൂമി അമ്മയാണ്.
അതേപോലെ സഹോദരിയാണ് ദയ. സ്വഭാവമായിട്ട് മാറ്റണം ദയ. അങ്ങനെയാണ് വേണ്ടത്. സർവഭൂത ഹിതേരഥാഹ. ഗീതയിൽ ഊന്നി പറയുന്നതായിട്ടുള്ള കാര്യമാണ്. ഭാഗവതത്തിലൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ദയ. ധർമ്മത്തിൻ്റെ 4 പാദങ്ങളിൽ 3-ാമത്തെയാണ് ദയ. പിന്നെ അതിഥി, ഈ ധർമ്മൻ. അതിഥിയെ ധർമ്മം ആയിട്ടാണ് കണക്കാക്കേണ്ടതെന്നാണ്. നമ്മൾ അതിഥി എങ്ങനെയാണ് വരിക എന്നും പറയാൻ പറ്റില്ല. തിഥി നോക്കാതെ കൊണ്ട് വരുന്നയാൾ അതിഥി എത്രയേ പറയാറുള്ളൂ. അപ്പോൾ അത് ധർമ്മമാണ്. നിമിത്തശാസ്ത്രം എടുക്കുന്നവർക്കൊക്കെ അതിഥി വരുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ അഭ്യാഗത, അത് അഗ്നിയാണെന്നാണ് പറയാം, പരിചയമില്ലാത്തയാൾ. ധർമ്മവും അഗ്നിയും ഈ 2 വഴിപോക്കരിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് 2 വഴിപോക്കർ വരികയാണെന്ന് വെച്ചാൽ 2 വഴിപോക്കരിലൂടെ നമ്മുടെ സ്ഥിതിഗതികളെ അറിയാൻ സാധിക്കുന്നൊക്കെ പറയാം. ഈശ്വര അനുഗ്രഹ ഭാവത്തെ, ഭാഗ്യത്തെ, ഭഗവത് അനുഗ്രഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊക്കെയാണ്. ഇങ്ങനെ എല്ലാം ഈശ്വരനായിട്ട് നാം എപ്പോഴാണോ കാണുന്നത് അപ്പോഴേ എന്ത് സാധിക്കുള്ളൂ, ഈ ഭഗവത് അനുഗ്രഹത്തെ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ എന്നതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കഥയെ അവിടെ വിസ്തരിച്ച് പറയണമെച്ചാൽ അതിങ്ങനെ വല്ലാണ്ട് ബൃഹത്താവും. അതുകൊണ്ട് മേഘത്തോട് കുറച്ച് ചുരുക്കിയതാവും. ഭഗവാന്റെ മഹിമ എത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ നാരായണ കവചത്തിൽ അതൊക്കെ ഉണ്ട്. അതാത് ദേശത്ത് രക്ഷിക്കട്ടെ, അതാത് കാലത്ത് രക്ഷിക്കട്ടെ, അതാത് അവസ്ഥകളെ രക്ഷിക്കട്ടെ. സന്ധ്യയായാലും രാത്രി പകലുകളായാലും ആയുധം തൊട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് രക്ഷിക്കട്ടെ, മൂർത്തിഭേദങ്ങളെ രക്ഷിക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ ദേവതകളെ വിസ്തരിച്ച് പറയുന്നതാണ്. ഇതൊക്കെ നമ്മൾ രക്ഷിക്കട്ടെ എന്നുള്ളത് നമ്മുടെ സ്വാർത്ഥമായിട്ട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അതല്ലാത്ത ഒരു അർത്ഥം ഈ പേരുകൾ പറയുമ്പോൾ, ദേവതകളെ പറയുമ്പോൾ, മൂർത്തിഭേദങ്ങളെ പറയുമ്പോൾ, അത് ദേവതയായിട്ടും നമ്മളായിട്ടും പുരുഷനായിട്ടും പ്രകൃതിയായിട്ടും, പ്രകൃതിയിലാണ് നമ്മൾ. അപ്പോൾ എങ്ങനെയാണ് ഈ പുരുഷനും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി ഈ നാരായണ കവചത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള നാരായണ കവചം പറഞ്ഞിട്ടാണ് ദേവന്മാര്, ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാര് അസുരന്മാരെ തോൽപ്പിച്ചത്. അത് പറഞ്ഞു കൊടുത്തത് വിശ്വരൂപനാണ്. അതിന് ശേഷമാണ് ഈ കഥ പറഞ്ഞപ്പോഴാണ് പരീക്ഷിത് മഹാരാജാവ് എന്നാൽ അത് എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ 8-ാമത്തെ അധ്യായം അതിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ചത് നാരായണ കവചം. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജത കലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ ത്വൽസ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാജൗ ദേവാ ത്വദീയ മഹിമാ ഖലു സർവജൈത്രാം. ഷഷ്ട്യാ തതഃ ദുഹിതൃഭിഃ സൃജതഃ കുലൗഖാൻ ദൗഹിത്രസൂനുഃ അഥ തസ്യ സഹ വിശ്വരൂപഃ ത്വത് സ്തോത്രവർമ്മിതം അജാപയത് ഇന്ദ്രം ആജൗ ദേവ ത്വദീയ മഹിമാ ഖലു സർവജൈത്ര. അത് പദച്ഛേദം. ഇവിടെ പറഞ്ഞത് ഭഗവാൻ സൃഷ്ടിക്ക് പ്രേരണ കൊടുത്തുകൊണ്ട് ദക്ഷനെ ആസിഗ്നീയമായിട്ട് വിവാഹം കഴിക്കാൻ പറഞ്ഞു. ആസിഗ്നിയിൽ ആദ്യം മാനസീയപുത്രന്മാരായിട്ട് 10,000 ഹരീശന്മാരും 1000 ശബളാശന്മാരും ഉണ്ടായി. അവരെ നാരദനാൽ മുക്തരാക്കപ്പെട്ടു. പിന്നീട് നാരദൻ വന്നാലും കുഴപ്പമുണ്ടാവില്ല വിചാരിച്ചിട്ട് പെൺകുട്ടികളെ ഉണ്ടാക്കി ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം. അത് ഔരസപുത്രികളാണ്. അവർ 60 പേരെ ഭർത്താക്കന്മാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ ഒരു പുത്രിയുടെ മകളുടെ മകൻ്റെ മകനായിട്ടുള്ള വിശ്വരൂപൻ ഈ ഇന്ദ്രാദി ദേവന്മാർക്ക് ഗുരുവായിട്ട് മാറി. ആ ഗുരു പിന്നീട് നാരായണ മന്ത്രം, നാരായണ കവചം എന്നുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഇന്ദ്രന് അസുരന്മാരെ ജയിക്കാൻ സാധിച്ചു. ഇത് ഭഗവാന്റെ മഹത്വമാണല്ലോ എന്ന് ഈ വാച്യാർത്ഥം. ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജത കുലൗഖാൻ ദൗഹിത്രസൂനുരഥ തസ്യ സ വിശ്വരൂപ ത്വൽസ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാജൗ
ദേവാത്വദീയ മഹിമാ ഖലു സർവജയിത്ര. ഇനി 4-ാമത്തെ ശ്ലോകം. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസപ്രഭാവാത് ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഘൈഃ അമുഹ്യതവശസ്തവ മായയാസൗ. പ്രാക്ക് ചാൽ പണ്ട്, മുന്നേ എന്നർത്ഥം. പ്രാക്ക് ശൂരസേന വിഷയേ, ശൂരസേനം എന്ന ഒരു രാജ്യത്ത്, ശൂരസേന വിഷയേ, ശൂരസേനം എന്ന രാജ്യത്ത് സംഭവിച്ചതായിട്ടൊരു കാര്യം. ആ വിഷയത്തിൽ ചിത്രകേതു എന്നു പേരായിട്ടുള്ള ഒരു രാജാവ്, ചിത്രകേതു നൃപതിഹി പുത്രാഗ്രഹീകില, അദ്ദേഹത്തിന് അനവധി പത്നിമാരുണ്ടായിരുന്നു. 4000 ഭാര്യമാരുണ്ട്, കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് ചിത്രകേതു നൃപതിഹി പുത്രാഗ്രഹീകില അസൗ, ഇദ്ദേഹം ആ സമയത്ത് ഭഗവാൻ പരീക്ഷിക്കുകയാണ് ചെയ്യുക. ആ പരീക്ഷിക്കുകയാണ് ചെയ്തത്. എന്താണ്? അങ്കിരസ പ്രഭാവാത്, അങ്കിരസ എന്ന മഹർഷിയുടെ ആ തപശക്തിയുടെ ഗുണം കൊണ്ട് ഏകപുത്രൻ ലബ്ധ്വ, ഒരു പുത്രനെ മാത്രം ലഭിച്ചു. എല്ലാ പത്നിമാരിലും ഓരോ പുത്രനെ ഉണ്ടാക്കി കൊടുക്കല്ലാണ്ടായത്. രാജ്യാവകാശത്തിന് വേണ്ടിയിട്ട്, പിന്നെ ഈ കാമന പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, പുത്രാഗ്രഹം എന്നുള്ള കാമന പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു പുത്രനെ കൊടുത്തു. കൃതദ്യുതി, അതിൽ ഒരു മൂത്ത പത്നിയാണ്, ആദ്യത്തെ പത്നി, അത് കൃതദ്യുതിയാണ് ഈ ചിത്രകേതുവിൻ്റെ. അതിലൊരു ഉണ്ണി ഉണ്ടാക്കി. എന്നിട്ട് കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, എന്ത് സുഖം തരും ദുഃഖം തരും. ഇങ്ങനെ അങ്കിരസിന്റെ പ്രഭാവം കൊണ്ട് ഏകപുത്രൻ ലബ്ധ്വ അഥാ തത്ര സപത്നീ സംഘൈഹി ഹതേ, ഈ ബാലനെ കൊന്നു. സപത്നീ സംഘങ്ങൾ, അതായത് 4000 ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ബാക്കി ആർക്കും കുട്ടികളുണ്ടായില്ല. അപ്പോൾ ഈ ഉണ്ണിയുടെ മാതാവിനെയും മാത്രം രാജാവ് ശ്രദ്ധിക്കാൻ തുടങ്ങി. മറ്റുള്ള പത്നിമാരെ അവഗണിച്ചു. അത് അവർക്ക് വലിയ വിരോധമായി. ഇതിന് കാരണം ഈ ഉണ്ണിയാണ് എന്ന് മനസ്സിലായി. അതുവരെ തുല്യമായിട്ടാണ് കണക്കാക്കിയിരുന്നു. ഇപ്പോൾ രാജാവ് പക്ഷഭേദം കാണിച്ചു. അതിന് കാരണം ഉണ്ണിയാണ്. അപ്പോൾ ആ ഉണ്ണിയെ ബാക്കിയുള്ള കൃതദ്യുതി ഒഴിച്ചുള്ള ബാക്കി എല്ലാവരും കൂടിയിട്ട് സംഘം ചേർന്നിട്ട് എങ്ങനെ നശിപ്പിക്കണമെന്ന് ആലോചിച്ചു. വിഷം കൊടുത്തു, കൊന്നു. തത്ര സപത്നീ സംഘൈഹി ഹതേ. എന്നിട്ടോ അവശഃ, അപ്പോൾ എല്ലാവരും അവശരായി തീർന്നു. രാജാവ് പുത്രൻ മരിച്ചപ്പോൾ ദുഃഖിച്ചു. രാജാവിൻ്റെ ഈ മൂത്ത പത്നി, ഈ ഉണ്ണിയുടെ അമ്മ കൃതദ്യുതി, പുത്രൻ മരിച്ച ദുഃഖത്തിൽ വല്ലാതെ കണ്ട് ദുഃഖിച്ചു. ബാക്കിയുള്ള എല്ലാ പത്നിമാരും ഈ ബാലഹത്യ ചെയ്തതോടു കൂടിയിട്ട് പുണ്യം നശിച്ചവരായിട്ട് ദുഃഖിച്ചു. രാജാവ് വളരെയധികം ദുഃഖിതനായി. അപ്പോൾ ഈ രാജാവിനെ ഇവർക്ക് കിട്ടിയില്ല. രാജാവിനെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഉണ്ണിയെ കൊന്നതേ. പക്ഷേ ഫലം എന്താണ്ടായത്? കർമ്മത്തിൻ്റെ ഫലം ആലോചിച്ച് നോക്കൂ. ചീത്ത പ്രവൃത്തി ചെയ്തപ്പോൾ നല്ലത് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്, അതിൻ്റെ ഫലം ഇങ്ങനെയായി എന്ന് പറയണവരാ നമ്മളെ. അപ്പോൾ ഉണ്ണിയെ വധിച്ചു കഴിഞ്ഞാൽ രാജാവിനെ ഭർത്താവായിട്ട് കിട്ടും എന്ന് കണക്കാക്കി തുല്യത ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. ഇപ്പം എന്തുണ്ടായി? രാജാവ് ബോധം തന്നെ ഇല്ലാത്തൊരു മട്ട. കുറച്ചൊരു ഭ്രാന്താവസ്ഥയിലാണ് രാജാവിൻ്റെ അവസ്ഥ. പത്നിമാർക്ക് പുണ്യം മുഴുവനെ നഷ്ടമാവുകയും ചെയ്തു, ബാലഹത്യ ചെയ്തുകൊണ്ട്. അപ്പോൾ അവരും ദുഃഖിതകളായി. മകൻ മരിച്ചപ്പോൾ കൃതദ്യുതി ദുഃഖിച്ചു. മകൻ മരിച്ചപ്പോൾ രാജാവകാശമില്ലാണ്ടായി. മറ്റേ ഈ ക്രൂരത അറിഞ്ഞു. ഏതായാലും രാജാവിന് ചിത്തഭ്രമം പോലും വന്നു. അപ്പം എല്ലാവരും ദുഃഖിച്ചു. തത്ര സപത്നീ സംഘൈഹി ഹതേ അവശഃ തവ മായ അമുഹ്യത്. ഭഗവാന്റെ മായ കൊണ്ട് മോഹിക്കുകയും ചെയ്തു എല്ലാവരും. രാജാവ് മോഹിച്ചു എന്നാണ് അവിടെ പറഞ്ഞത്. എല്ലാവരും മോഹിച്ചു. പ്രാക്ശൂരസേന വിഷയേ കില ചിത്രകേതു പുത്രാഗ്രഹീ നൃപതിരംഗിരസ പ്രഭാവാൽ ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഘൈഃ അമുഹ്യത് അവശസ്തവമായാസൗ. പ്രാക് ശൂരസേന വിഷയേ ചിത്രകേതുഃ നൃപതിഃ പുത്രാഗ്രഹീ കില അസൗ അംഗിരസഃ പ്രഭാവാത് ഏകപുത്രൻ ലബ്ധ്വാ അഥ തത്ര സപത്നീ സംഘൈഃ ഹതേ അവശഃ തവ മായ അമുഹ്യത്. അന്വയം. ഇനി പദച്ഛേദം. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതുഃ പുത്രാഗ്രഹി നൃപതിഃ അംഗിരസഃ പ്രഭാവാത് ലബ്ധ്വാ ഏകപുത്രം അഥ തത്ര ഹതേ സപത്നീ സംഘൈഃ അമുഹ്യത് അവശഃ തവ മായയാ അസൗ. പ്രാക് ശൂരസേന വിഷയേ കില ചിത്രകേതു
പുത്രാഗ്രഹീ നൃപതിരങ്കിരസപ്രഭാവാത് ലബ്ധ്വൈകപുത്രമഥ തത്ര ഹതേ സപത്നീ സംഘൈഃ അമുഹ്യതവശസ്തവമായാസൗ. ഇനി 5-ാമത്തെ ശ്ലോകം. തം നാരദസ്തു സമമങ്കിരസാദയാലു സംപ്രാപ്യ താവതുപദർശ്യ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വദർച്ചനവിധോ നൃപതിം ന്യയുങ്ക്താം. യഥാർത്ഥത്തിൽ ഒരു ഗുരു ഇങ്ങനെയാണ് വൈരാഗ്യത്തെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ദയാലുവായിട്ടുള്ള നാരദ മഹർഷിയാകട്ടെ അങ്കിരസാസമം അങ്കിരസോട് കൂടിയിട്ട് തം സംപ്രാപ്യ പ്രാപിക്കുകയും സുതസ്യ പുത്രൻ്റെ ജീവനെ ഉപദർശ്യ താവത് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ തസ്യ ആരുടെ പുത്ര കസ്യ പുത്ര ആരുടെ പുത്ര അസ്മി ഇതി ആകുന്നു എന്ന് തസ്യ ഗിരാ വിമോഹം അവൻ്റെ വാക്കുകളാൽ മോഹം സംഭവിച്ച് ത്യക്ത്വാ നൃപതിം അതിനുശേഷം ദേഹത്തെ തന്നെ ഉപേക്ഷിച്ചു രാജാവ്. ത്വത് അർച്ചനവിധോന്യയുക്ത അങ്ങയുടെ ഉപാസനയിൽ നിയോഗിക്കപ്പെട്ടു. നമ്മൾ നല്ലോണം പറഞ്ഞാലേ അതാണ്ടാവുള്ളൂ. ദയാലുവായിട്ടുള്ള നാരദ മഹർഷി അങ്കിരസ മഹർഷിയോട് കൂടിയിട്ട് ചിത്രകേതുവിൻ്റെ മകൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്നതായിട്ടുള്ള ആ കുടുംബത്തിലേക്ക് എല്ലാവരുടെയും സുഖത്തെ നശിപ്പിച്ചതായിട്ടുള്ള ആ മരണം അതിനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്കിരസും നാരദ മഹർഷിയും കൂടിയിട്ട് ചിത്രകേതുവിൻ്റെ ഗൃഹത്തിലെത്തി. കൊട്ടാരത്തിൽ അങ്കിരസനോട് സംസാരിച്ചു. അങ്ങാരാ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ. ആരെ? ചിത്രകേതു. അപ്പം ഞാൻ അങ്കിരസ മഹർഷിയാണ്, ഇത് കൂടെ വന്നിരിക്കുന്നത് നാരദനാണ് എന്ന് രണ്ടുപേരെയും പരിചയപ്പെടുത്തി. ആ ചിത്രകേതുവിനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് ഇവർക്കറിയാം. അപ്പം അതിനനുസരിച്ച് മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ആ ഉണ്ണിയിലേക്ക് നാരദൻ പ്രവേശിച്ചു, പരകായ പ്രവേശം ചെയ്തു. ആ പരകായ പ്രവേശം ചെയ്തതിന് ശേഷം നാരദൻ അവിടെ ഉണ്ണിയായിക്കൊണ്ട് ആ ശരീരത്തിലൊന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് നാരദൻ ഈ എഴുന്നേറ്റിരിക്കുന്നതായിട്ട് നാരദനോട് പറയുകയാണ്, ഉണ്ണി എവിടേക്കാ പോയത്? അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞു. അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കൂ എന്ന് കേട്ടതായിട്ടുള്ള ഈ ഉണ്ണിയിലെ നാരദൻ ഏത് ജന്മത്തിലെ ഏത് അച്ഛനമ്മമാരെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്? ഞാൻ ഈ ജന്മത്തിൽ ഏത് അച്ഛനമ്മമാരുടെ പുത്രനാകുന്നു എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ടതോട് കൂടിയിട്ട് ജ്ഞാനിയായിട്ടുള്ള ചിത്രകേതു താൽക്കാലികമായിട്ടുള്ള ദുഃഖത്തെ വിശകലനം ചെയ്തു. തൻ്റെ ആസക്തിയാണ്, പുത്രാസക്തിയാണ് ഇതിന് ദുഃഖഹേതുവായിട്ട് സംഭവിച്ചത് എന്ന് മനസ്സിലായി. പുത്രൻ മരിച്ച ദുഃഖത്തെ വിട്ടുപോയി. ദേഹബോധം പോലും പിന്നെ അവിടെ ഇല്ല, ആ മട്ടായി. നാരദ മഹർഷിയെയും അങ്കിരസ മഹർഷിയെയും നമസ്കരിച്ച് പറഞ്ഞു, എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള ഉപദേശമാണ്, അതിവിദഗ്ധമായിട്ടുള്ള രീതിയിലാണ് ഉപദേശം കൊടുത്തത്. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് സംഘർഷമൂർത്തിയെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞു. അതിന് ചില മന്ത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. മനഃശുദ്ധിക്ക് നമോ ഭഗവതി തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ സംഘർഷണായ ച, ഈ മന്ത്രമാണ് പറഞ്ഞു കൊടുത്തത്. സംഘർഷണമൂർത്തിയെ ഭജിച്ചോളാനും പറഞ്ഞു, തപസ് ചെയ്തോളാനും പറഞ്ഞു. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞിരുന്നു പശ്ചാത്താപം കാരണം. വിശകലനം കൊണ്ട് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ബുദ്ധി വികാസം സംഭവിച്ചപ്പോൾ ജീവനെ കാണാൻ സാധിച്ചു. ബ്രഹ്മാംശമായിട്ടുള്ള ജീവനാണെന്ന് മനസ്സിലായി. ബ്രഹ്മത്തിലേക്കാണ് എത്തേണ്ടത് എന്ന ലക്ഷ്യത്തെ മനസ്സിലായി. അതുകൊണ്ട് ഉപാസന വളരെയധികം ദൃഢപ്പെട്ടു. ഈ 3.25 നാഴിക നേരമല്ല, അതിലേക്കാൾ കൂടുതൽ ഭഗവാങ്കൽ നിൽക്കാൻ തുടങ്ങിയ മനസ്സ് 7 ദിവസം കൊണ്ട് സംഘർഷണമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി ചിത്രകേതു. അതാണ് ഉപദേശത്തിൻ്റെ ഫലം. യഥാർത്ഥത്തിലുള്ള ഉപദേശം അങ്ങനെയാണ് വേണ്ടത്. നാരദപ്പം എന്തേ പറഞ്ഞുള്ളൂ? ഏത് ജന്മത്തിലെ അച്ഛനെയും അമ്മയാണ് സന്തോഷിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചുള്ളൂ.
അപ്പോൾ ചില ചോദ്യങ്ങൾ ചില ട്വിസ്റ്റുകളാണ്. അവിടെ ആ ട്വിസ്റ്റ് സംഭവിച്ചു. 4000 ഭാര്യമാരോ തൻ്റെ ഏകപുത്രനെ വധിച്ച കുറ്റോ ഏകപുത്രൻ മരിച്ചുപോയിട്ടുള്ള ദുഃഖോ ഇനി പരമ്പരയ്ക്ക് ആളില്ല എന്നുള്ള വിഷമോ ഇതൊക്കെ മറന്നു. പുത്രകടം തീർത്താലല്ലേ മുക്തി കിട്ടുള്ളൂ, ആ ചിന്തയേ ഇല്ലാണ്ടേ ഭഗവാങ്കലെത്തുകയാണ് ഈ ജീവന് വേണ്ടത്, ലക്ഷ്യം അതാണ് വേണ്ടത് എന്ന് വേഗം മനസ്സിലായി. യഥാർത്ഥത്തിലുള്ള ജ്ഞാനി അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആ ട്വിസ്റ്റ് സംഭവിച്ചപ്പോൾ 7 ദിവസം കൊണ്ട് സംഘർഷമൂർത്തിയെ കാണാൻ സാധിച്ചു. സംഘർഷമൂർത്തിയെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ് കാണാൻ. അത്രയും കൂടുതൽ വൈരാഗ്യത്തോടു കൂടിയിട്ട് ഭജിക്കാൻ സാധിച്ചു എന്നതാണ് മഹാഭാഗ്യം. അത് കിട്ടി. തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാവിമോഹം ത്യക്ത്വാ ത്വദർച്ചനവിധൗ നൃപതിം ന്യയുങ്ക്താം. തം നാരദഃ തു സമം അംഗിരസ ദയാലുഃ സംപ്രാപ്യ താവത് ഉപദർശ്യ സുതസ്യ ജീവം കസ്യ അസ്മി പുത്ര ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ ത്വത് അർച്ചന വിധൗ നൃപതിം ന്യയുങ്ക്ത. ദയാലുഃ നാരദഃ തു അംഗിരസ സമം തം സംപ്രാപ്യ സുതസ്യ ജീവം ഉപദർശ്യ താവത് കസ്യ പുത്രഃ അസ്മി ഇതി തസ്യ ഗിരാ വിമോഹം ത്യക്ത്വാ നൃപതിം ത്വത് അർച്ചനവിധൗ ന്യയുങ്ക്ത. അന്വയം. ദയാലുവായിട്ടുള്ള ഈ നാരദ മഹർഷി അംഗിരസോട് കൂടിയിട്ട് ചിത്രകേതുവിൻ്റെ അടുത്ത് എത്തി. പുത്രൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്നു. അവിടെ പത്നിമാരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതേപോലെ മരിച്ചതായിട്ടുള്ള മകൻ്റെ അമ്മയായുള്ള കൃതജ്ഞതയെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. താനും ഈ മകൻ മരിച്ചതിൻ്റെ ദുഃഖത്തിൽ ആ ദുഃഖത്തിൽ നിന്ന് വിമോചിതനാവുകയാണ് വേണ്ടത്. പക്ഷെ അത് 3 സാധിച്ചില്ല. ആ സമയത്താണ് അംഗിരസും നാരദനും കൂടിയിട്ട് അവിടെ വന്നിട്ട് ഈ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ഉണ്ണിയിലേക്ക് നാരദൻ പ്രവേശിച്ചു. ആ നാരദനോട് നാരദൻ തന്നെ പറഞ്ഞു, ഈ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കൂ, ആശ്വസിപ്പിക്കൂ. എവിടേക്കാണ് ഉണ്ണി പോയത് എന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ണി പറഞ്ഞത്, ഞാൻ ആരുടെ പുത്രനാണ്, ഏത് ജന്മത്തിൽ ഏത് അച്ഛനെയും അമ്മയെയാണ് ഞാൻ ആശ്വസിപ്പിക്കേണ്ടത്. ഞാൻ എവിടുന്നും പോയിട്ടുമില്ല, എവിടേക്കും പോയിട്ടുമില്ല, എവിടുന്നും വന്നിട്ടുമില്ല. ഇവിടെയുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ചിത്രകേതുവിന് ജ്ഞാനത്തെ ഉണർത്താൻ സാധിച്ചു, ചിന്തിച്ചു. അതുകൊണ്ട് ഈ മോഹം എന്നുള്ള ദേഹമോഹത്തിൽ നിന്നും വിട്ടു. അപ്പോൾ സംഘർഷമൂർത്തിയെ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഭജിക്കാൻ വേണ്ടിയിട്ട് നാരദന് ഉപദേശം കൊടുത്തു. ആ പ്രവൃത്തിയിൽ ഈ ചിത്രകേതു വ്യാപൃതനായി 7-ാം ദിവസം ഭഗവാനെ ദർശിക്കുകയും ചെയ്തു. അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. സ്തോത്രഞ്ച മന്ത്രമപി നാരദതോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതി അന്വഭജൽ ഭവന്തം. അപ്പോൾ ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിൻ്റെ ഉപദേശം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സന്ദർഭത്തിലേക്ക്, ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. നമുക്കും ഈ ഭഗവത് ദർശനം കിട്ടും. തം നാരദസ്തു സമമംഗിരസാദയാലു സംപ്രാപ്യ താവതുപദർശ സുതസ്യ ജീവം കസ്യാസ്മി പുത്ര ഇതി തസ്യ ഗിരാവിമോഹം ത്യക്ത്വാ ത്വദർച്ചന വിധോ നൃപതിം ന്യയുങ്ക്താം. ഇനി 6-ാമത്തെ ശ്ലോകം. സ്തോത്രം ച മന്ത്രമപി നാരദതഃ അഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനു തേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യകുണ്ഠമതി അന്വഭജൽ ഭവന്തം. അന്വയം. അഥ സഹ ഹി നാരദതഃ സ്തോത്രം ച മന്ത്രം അപി ലബ്ധ്വാ ശേഷവപുഷഃ തേ തോഷായ നനു തപസ്യൻ സപ്തരാത്രേ വിദ്യാധരാധിപതിതാം ലബ്ധ്വാ അപി അകുണ്ഠമതി ഭവന്തം അന്വഭജത്.
അഥ അതിനുശേഷം സഹി ആ ചിത്രകേതു ആവട്ടെ, രാജാവട്ടെ, നാരദതഃ നാരദനിൽ നിന്നും കിട്ടിയതായിട്ടുള്ള സ്തോത്രം ച ഈ സ്തോത്രം, മന്ത്രം ച മന്ത്രമപി ച ലബ്ധ്വ സ്തോത്രം കിട്ടി, മന്ത്രം കിട്ടി, തപസ്സിൻ്റെ വിധി കിട്ടി. എങ്ങനെയാ ഭഗവാനെ ആരാധിക്കേണ്ടത്, ഏത് മൂർത്തിയെയാണ് ആരാധിക്കേണ്ടത്, മന്ത്രം എന്താ. അപ്പോൾ അത് വിധിയും തപസ്സിൻ്റെ വിധി കേട്ട് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് സംഘർഷമൂർത്തിയെ ഭജിച്ചു. ശേഷവപുഷത്തെ ആ ശേഷ മൂർത്തിയായിട്ടുള്ള അനന്തമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ സംഘർഷമൂർത്തിയെ അങ്ങയുടെ തോഷായ നനു അങ്ങയുടെ പ്രീതിക്കായിക്കൊണ്ട് തന്നെ തപസ് ചെയ്തു. തപസ്യൻ നന്നായിട്ട് ഭഗവാനെ അങ്ങോട്ട് സ്വായത്തമാക്കണമെന്ന രീതിയിലുള്ള മോഹത്തോടു കൂടിയിട്ട് മുക്തി ലക്ഷ്യമാക്കിക്കൊണ്ട് സകല പ്രവർത്തനങ്ങളും ചിത്രകേതു ഭഗവതോന്മുഖമാക്കി തീർത്തു. ദേഹേന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം മനസ്സാ വചസ കർമ്മണ അത് തപസ്സായിട്ട് മാറി. ബാക്കിയുള്ളതൊക്കെ വിട്ടു എന്നർത്ഥം, ദേഹമോഹം വിട്ടു. സപ്തരാത്രേ 7 ദിവസം കൊണ്ട് വിദ്യാധര അധിപതിതാം ഭഗവാനെ കാണാൻ സാധിച്ചു. ഭഗവാൻ അനുഗ്രഹിച്ച് കൊടുത്തു വരം. എന്താ കൊടുത്തത്? അതിഗംഭീരമായിട്ടുള്ള ഒരു സ്തുതി സ്തുതിച്ചു വിചിത്ര വൃത്തത്തിൽ. ഈ ചിത്രകേതു അജിത എന്നു പേരായിട്ടുള്ള ഒരു സ്തുതിയാണ്. ഭാഗവതത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള 16-ാമത്തെ അധ്യായത്തിൽ കാണാം. നല്ല ഒരു സ്തുതിയാണ്, വായിക്കാൻ പ്രയാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്തുതിച്ചപ്പോൾ സംഘർഷണമൂർത്തി പറഞ്ഞു, വിദ്യാധരന്മാർക്ക് അധിപതിയായിട്ട് 1,00,000 വർഷം എൻ്റെ കഥകളെ പറഞ്ഞ് പാടി നടന്നോളൂ. ഈ ഗന്ധർവന്മാരെ, വിദ്യാധരന്മാരെ, അപ്സരസുകളെ, കിന്നരന്മാരൊക്കെ പിന്നാലുണ്ടാവും. അവരിങ്ങനെ 1,00,000 വർഷം ഇങ്ങനെ ബ്രഹ്മാണ്ടം മുഴുവൻ ചുറ്റി നടന്നുകൊണ്ട്, എത്ര ബ്രഹ്മാണ്ടം വെച്ചാൽ ശരിയാട്ടോ, സംഘർഷണമൂർത്തിയുടെ ലീലകളെ പറഞ്ഞുകൊണ്ട് പാടി പരത്തിക്കൊണ്ട് നടന്നു വിദ്യാധരാധിപതിയായിട്ട്. 7-ാമത്തെ ദിവസം സംഘർഷമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. എന്നിട്ടോ സപ്തരാത്രേ വിദ്യ ആധിപതിതാം ലബ്ധ്വ അഭി, എന്നിട്ടോ അകുണ്ഠമതിഹി ഭവന്തം അന്വഭജത്. ഇങ്ങനെയൊക്കെ നേടിയിട്ടും ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള തളർച്ചയും വരാതെ കണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരുന്നു 1,00,000 വർഷം. മനസ്സിങ്ങനെ ശുദ്ധായിട്ട് വന്നു. അങ്ങനെ പോകുമ്പോഴാണ് അവസാനം ഇനി മുക്തി കിട്ടാറായപ്പോഴാണ് മഹാദേവൻ്റെ കൈലാസത്തിൻ്റെ മീതെ പോകുമ്പോൾ മഹാദേവനും പാർവതിയും കൂടിയിട്ട് മടിയിൽ വെച്ചുകൊണ്ട് മഹാദേവൻ ആത്മതത്വം ഉപദേശിച്ച ബ്രഹ്മതത്വം പറഞ്ഞു കൊടുക്കുകയാണ് സനകാദി മഹർഷിമാർക്ക്. നാരദന് സനകാദി മഹർഷിമാരെ അവർക്ക് എന്താ വെച്ചാൽ വിവാഹ കാര്യങ്ങളൊന്നുമില്ല. അവർക്കാണ് ഈ ദ്വിത്വത്തോട് കൂടിയിട്ട് ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പാർവതി കണക്കാക്കി മടിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുണ്ടി വന്നു, അസുരനാവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വൃത്രനായത്. ആ കഥയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനുള്ളത്. അത് നമുക്ക് നാളെ പറയാം. സ്തോത്രം ച മന്ത്രമപി നാരദതോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യാകുണ്ഠമതി അന്വഭജൽ ഭവന്തം. അഥ സഹ ഹി നാരദതഃ സ്തോത്രം ച മന്ത്രം അപി ലബ്ധ്വാ ശേഷവപുഷഃ തേ തോഷായ നനു തപസ്യൻ സപ്തരാത്രേ വിദ്യാധര അധിപതിതാം ലബ്ധ്വാ അപി അകുണ്ഠമതിഹി ഭവന്തം അന്വഭജത്. ഇങ്ങനെ ഭഗവാനെ നന്നായിട്ട് ഭജിച്ചു. സംഘർഷമൂർത്തി ദർശനം കൊടുത്തു, വിദ്യാധരാധിപതി സ്ഥാനം കൊടുത്തു, ചിത്രകേതു രക്ഷപ്പെട്ടു എന്ന് ഈ ശ്ലോകം കൊണ്ട് പറഞ്ഞു. 6-ാമത്തെ ശ്ലോകം. സ്തോത്രം ച മന്ത്രമപി നാരദതോഥ ലബ്ധ്വാ തോഷായ ശേഷവപുഷോ നനുതേ തപസ്യൻ വിദ്യാധരാധിപതിതാം സഹി സപ്തരാത്രേ ലബ്ധ്വാപ്യാകുണ്ഠമതിരന്വഭജൽ ഭവന്തം. ഇപ്പം നമ്മൾ 3, 4, 5, 6 4 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.